ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മോര് കറി ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ് കേട്ടോ. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒട്ടും സമയമില്ലാന്ന് തോന്നുന്ന സമയങ്ങളിൽ, അതല്ലാതെ മടിയുള്ള ദിവസങ്ങളിൽ, അതല്ലാതെ ഒട്ടും വയ്യാന്ന് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കാനൊക്കെ നേരം വൈകിയാലൊക്കെ ഞാൻ ഈ ഒരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ ഈ ഒരു മോര് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഞാൻ പച്ചക്കായലും ഉണ്ടാക്കാറുണ്ട്, ചേനയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, 4 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 5ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം നമ്മൾ, കാരണം ഇതിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത് പണ്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു മോര് കറിയുണ്ട്. അതുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതുണ്ടാക്കുമ്പോൾ തേങ്ങ ഒക്കെ അരച്ച് നല്ലോണം ടൈം എടുത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇതാവുമ്പോൾ തേങ്ങ അരക്കണ്ട, നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ വേവിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ ടേസ്റ്റിലോട്ട് കുറവില്ല. ആ ഒരു തേങ്ങ അരച്ചുണ്ടാക്കുന്ന അതേ ഒരു മോര് കറിനേക്കാളും ഒരു പക്ഷേ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കുമ്പളങ്ങ, പച്ചമുളക്, തക്കാളി, അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം വറ്റാനായിട്ട് നിൽക്കണ്ട, ഈ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തിലൊക്കെ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ പെട്ടെന്ന് രാവിലെ ഓഫീസിലൊക്കെ പോകേണ്ട സമയത്ത് നമുക്ക് തേങ്ങ അരക്കാനൊരു സമയം, ഇതാകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് അടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിതിലോട്ട് മിക്സിയിലോട്ട് ഈ ഒരു തൈരിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് നല്ലൊരു കളർ കിട്ടാനായിട്ട് മിക്സിയിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിത് ആ ഒരു വെന്ത് വന്നിട്ടുള്ള കുമ്പളങ്ങയിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിത് ചേന വെച്ചിട്ടും പച്ചക്കായ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം. എന്തിൽ വെച്ചുണ്ടാക്കിയാലും അടിപൊളിയാണ് കേട്ടോ. അതായത് തേങ്ങ അരച്ചൊഴിച്ചില്ല വെച്ചിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ടിയിലായിട്ടാണ് ഇത് കൂടുതൽ കഴിക്കാനായിട്ട്, അതായത് ചോറിലോട്ട് കൂട്ടാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഈ ഒരു തൈര് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായിട്ട് അതായത് തിളക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ തിള വരുമ്പോഴേക്കും അത് മാറ്റി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ. പിന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം, അതായത് തൂമിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, വറ്റൽമുളകിട്ട്, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ ഒരു ഇതിലോട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു തൈര് ഒഴിച്ചതിന് ശേഷം ഇതൊട്ടും ഒരുപാട് വേവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് തിള വരുമ്പോഴേക്കും ഓഫാക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ.